നമസ്കാരം. പി എസ് സി സ്കോറിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 107/2025 ചോദ്യക്കടലാസിലെ മറ്റൊരു ചോദ്യവുമായിട്ട് നമ്മളിന്ന് കാണുന്നു. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കുച്ചിപ്പുടി, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, ഓപ്ഷൻ സി ഭരതനാട്യം, ഓപ്ഷൻ ഡി യക്ഷഗാനം. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം. ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് കുച്ചിപ്പുടി. ഒരു ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുച്ചിപ്പുടിയാണ്. ഒരു ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം കുച്ചിപ്പുടിയാണ്. നമ്മൾ ഇനി ഇതിനനുബന്ധമായിട്ട് ഇന്ത്യയിലെ വിവിധ നൃത്തരൂപങ്ങളും ആ നൃത്തരൂപങ്ങൾ പ്രചാരത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പേരുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. PSC ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, പഠിക്കണം. അതിൽ നമുക്ക് കേരളം മുതൽ തുടങ്ങാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കേരളത്തിൻ്റെ ഔദ്യോഗിക നൃത്തരൂപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഔദ്യോഗിക നൃത്തരൂപം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം മോഹിനിയാട്ടമാണ്. കേരളം എന്ന് കേൾക്കുമ്പോൾ മോഹിനിയാട്ടം ഓർമ്മ വരും, കഥകളി ഓർമ്മ വരും, ഓട്ടൻ തുള്ളൽ ഓർമ്മ വരും. കേരളം എന്ന് കേൾക്കുമ്പോൾ മോഹിനിയാട്ടം, കഥകളി, ഓട്ടൻ തുള്ളൽ. ജനകീയ കലാരൂപം എന്നറിയപ്പെടുന്നത് ഓട്ടൻ തുള്ളലാണ്. ജനകീയ കലാരൂപം എന്ന് വിശേഷണമുള്ളത് ഓട്ടൻ തുള്ളലിനാണ്. അതുപോലെ ടോട്ടൽ തിയേറ്റർ എന്ന് വിശേഷണമുള്ളത് കഥകളിക്കാണ്. ഇപ്പോൾ കേരളത്തിലെ കലാരൂപങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ. ചിലർക്ക് മോഹിനിയാട്ടവും ഭരതനാട്യവും തമ്മിൽ മാറിപ്പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റേതാണോ മോഹിനിയാട്ടം, അല്ലെങ്കിൽ തമിഴ്നാടിൻ്റേതാണോ മോഹിനിയാട്ടം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും. ഭാരതത്തിൻ്റെ ഔദ്യോഗിക നൃത്തരൂപം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഔദ്യോഗിക നൃത്തരൂപം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഭരതനാട്യമാണ്. ഭാരതത്തിൻ്റെ ഔദ്യോഗിക നൃത്തരൂപം ചോദിക്കുകയാണെങ്കിൽ ഭരതനാട്യമാണ്. അത് തമിഴ്നാട്ടിലെ നൃത്തരൂപമാണ് ഭരതനാട്യം. ഇവിടെ നമ്മൾ തൊട്ട് താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളം മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ. തമിഴ്നാട്ടിലുള്ള ഒരു നൃത്തരൂപമാണ് കോലാട്ടം, മറ്റൊന്ന് ഭരതനാട്യം, വേറൊന്ന് തെരുക്കൂത്ത്. തമിഴ്നാട്ടിൽ കോലാട്ടം, ഭരതനാട്യം, തെരുക്കൂത്ത്, ഇത് മൂന്നും തമിഴ്നാട്ടിലെ കലാരൂപങ്ങളാണ്. കർണാടകത്തിലെ കലാരൂപമാണ് യക്ഷഗാനം. കർണാടകത്തിലുള്ള ഒരു കലാരൂപമാണ് യക്ഷഗാനം. യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത് എന്നൊരു ചോദ്യമുണ്ട്. എല്ലാവർക്കും അറിയാം, യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയാണ്. യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല കർണാടകവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഒരു ജില്ലയാണ്. കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ല. 1984 മെയ് 24-നാണ് കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത്. 1984 മെയ് 24-നാണ് കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത്. യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയാണ്. കർണാടകത്തിലൊരു കലാരൂപം ചോദിക്കുകയാണെങ്കിൽ അത് യക്ഷഗാനമാണ്. ഇനി നമുക്ക് ഗുജറാത്തിലേക്ക് വരാം. ഗുജറാത്തിൽ ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് ഗുജറാത്തിലാണ്. ദണ്ഡി യാത്ര 1930 ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് ഗുജറാത്തിലാണ്. ആ ദണ്ഡി യാത്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ദണ്ഡിയ റാസ് എന്ന് പറയുന്ന കലാരൂപം ഗുജറാത്തിലുള്ള കലാരൂപമാണ് ദണ്ഡിയ റാസ് എന്ന് പറയുന്ന കലാരൂപം ഗുജറാത്തിലുള്ളതാണ്. ദണ്ഡിയ റാസ് എന്നുള്ളത് നിങ്ങൾ ദണ്ഡിയ രാസ് എന്നാണ് വായിച്ച് പഠിക്കേണ്ടത്. ദണ്ഡിയ രാസ് എന്ന് വായിച്ച് പഠിക്കുക. ദണ്ഡിയ രാസ് എന്നാണ് പഠിക്കുന്നതെങ്കിൽ, ശരിക്കുള്ള രൂപം ദണ്ഡിയ റാസ് എന്നാണ് കേട്ടോ. ദണ്ഡിയ രാസ് എന്നാണ് പഠിക്കുന്നതെങ്കിൽ ഈ രാസിൽ നിന്ന് അടുത്ത കലാരൂപം പഠിക്കുക എളുപ്പമാണ്. രാസലീല എന്ന നൃത്തരൂപം ഗുജറാത്തിലെ നൃത്തരൂപമാണ്. രാസലീല പഠിച്ചിട്ട് അടുത്ത് പഠിക്കേണ്ടത് ഗർബ. ഗുജറാത്തിൻ്റെ ഗാ മനസ്സിലിരിക്കുമെങ്കിൽ ഗുജറാത്തിൻ്റെ ഗായിൽ നിന്ന് നേരെ ഗർബ എന്ന് പറയുന്ന നൃത്തരൂപം ഗുജറാത്തിലുള്ളതാണ്. ഗർബ. തിപ്പിനി എന്ന് പറയുന്ന നൃത്തരൂപം, കലാരൂപം ഗുജറാത്തിലുള്ളതാണ്. തിപ്പിനി. പിന്നെയുള്ളത് ഭാവൈ.
അപ്പോൾ ഇത്രയും ഗുജറാത്തിലുള്ള നൃത്തരൂപങ്ങളാണ്. ദണ്ഡിയ റാസ്, രാസലീല, ഗർഭ, തിപ്പിനി, ഭാവൈ. ദണ്ഡിയ റാസ്, രാസലീല, ഗർഭ, തിപ്പിനി, ഭാവൈ ഇതെല്ലാം ഗുജറാത്തിലുള്ള നൃത്തരൂപങ്ങളാണ്. അപ്പോൾ ഗുജറാത്ത് എന്ന് കേൾക്കുമ്പോൾ ഗുജറാത്ത് 1930 ദണ്ഡി യാത്ര ഓർമ്മ വരും. ദണ്ഡി യാത്ര ഓർമ്മ വരികയാണെങ്കിൽ ദണ്ഡിയ റാസ് ഓർമ്മ വരും. ദണ്ഡിയ രാസിൽ നിന്ന് രാസലീല, അവിടെ നിന്ന് ഗർഭ, തിപ്പിനി, ഭാവൈ. ഇനി രാജസ്ഥാനിലേക്ക് പോവാം. രാജസ്ഥാൻ ഒരു മരുഭൂമിയാണ്. രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നിറയെ മണൽ നിറഞ്ഞു കിടക്കുന്ന മരുഭൂമിയാണ്. ഒരു ജലാംശമൊന്നും ഒരിടത്തും കാണാനില്ല. ഒരു കായൽ പോലും അവിടെ കാണാനായിട്ട് ഇല്ല. അത്രമാത്രം വേനൽ നിറഞ്ഞൊരു മരുഭൂമിയാണ്. ഒരു കായൽ പോലും അവിടെ ഇല്ല. പക്ഷേ അവിടെ ഒരു ഖയാലുണ്ട്. കായൽ പോലും ഇല്ലാത്ത രാജസ്ഥാനിൽ, കായലില്ല എന്ന് ഞാൻ പറഞ്ഞ കായലുണ്ടായിരിക്കാം, തൽക്കാലം നമ്മൾ അങ്ങനെ കായലില്ല എന്നൊന്ന് ഓർത്ത് വെച്ചിട്ട് ഖയാൽ എന്ന നൃത്തരൂപം രാജസ്ഥാനിലെ നൃത്തരൂപമാണ്. ഖയാൽ എന്ന നൃത്തരൂപം രാജസ്ഥാനിലാണ്. അവിടെ മറ്റൊരു ഡാൻസ് ഫോമാണ് ജുലൽ ലീല. ഈ ലീല എന്ന് പറയുന്നൊരു കുട്ടി ഈ വെയിലത്ത് കിടന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ് രാജസ്ഥാനിൽ, ജുലൽ ലീല. അപ്പോൾ രാജസ്ഥാനിൽ ഖയാലുണ്ട്, ജുലൽ ലീലയുണ്ട്. ഖയാൽ, ജുലൽ ലീല രാജസ്ഥാനിലെ 2 നൃത്തരൂപങ്ങളാണ്. ഖയാൽ, ജുലൽ ലീല. മറ്റൊന്ന് ഗംഗോർ, അവിടെയുള്ള മറ്റൊരു നൃത്തരൂപമാണ് ഗംഗോർ. വേറൊന്ന് കായങ്ക ബെജവങ്ക. അപ്പോൾ രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ ഖയാൽ ഓർമ്മ വരണം, ജുലൽ ലീല ഓർമ്മ വരണം. ഒരു കായൽ പോലും ഇല്ലാത്ത രാജസ്ഥാനിലെ ഒരു നൃത്തരൂപമാണ് ഖയാൽ. അവിടെ ജുലൽ ലീല ഡാൻസ് കളിക്കുകയാണ്. ജുലൽ ലീല, ഗംഗോർ, കായങ്ക ബെജവങ്ക ഇതാണ് രാജസ്ഥാനിലുള്ള നൃത്ത രൂപങ്ങൾ. നെക്സ്റ്റ് പഞ്ചാബിലുള്ള ഒരു നൃത്തരൂപമാണ്, ഒരു കലാരൂപമാണ് ഭാംഗ്ര പഞ്ചാബിലാണ്. ഗിഡ എന്ന് പറയുന്ന കലാരൂപവും പഞ്ചാബിലാണ്. ഭാംഗ്രയും ഗിഡയും പഞ്ചാബിലാണ്. പഞ്ചാബ് എന്ന് കേൾക്കുമ്പോൾ ഓർത്ത് വെച്ചോളണം, പഞ്ചാബിൽ ഭാംഗ്ര, നമ്മൾ ബംഗ്ര എന്നൊക്കെ പറയും. ഭാംഗ്ര എന്ന് പറയുന്ന നൃത്തരൂപവും ഗിഡ എന്ന നൃത്തരൂപവും പഞ്ചാബിലുള്ള നൃത്തരൂപങ്ങളാണ്. നെക്സ്റ്റ് നമ്മളെത്തിയിരിക്കുന്നു ഒഡീഷയിലെ നൃത്തരൂപമാണ് ചൗ. ഇതിലും വളരെ ചെറുതായിട്ടുള്ളൊരു പേര് ഇനി വേറെ ഉണ്ടായിരിക്കില്ല. ചൗ എന്ന് പറയുന്ന ഡാൻസ് ഫോം ഒറീസയിലാണ്, അല്ലെങ്കിൽ ഒഡീഷയിലാണ് ചൗ ഉള്ളത്. ഒഡീഷ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നൊരു നൃത്തരൂപമാണ് ഒഡീസി. ഒഡീഷയിലുള്ള ഒരു നൃത്തരൂപമാണ് ഒഡീസി. ഈ ഒഡീസിക്ക് ചലിക്കുന്ന ശില്പം എന്നൊരു വിശേഷണമുണ്ട്. ചലിക്കുന്ന ശില്പം എന്ന വിശേഷണമുള്ളത് ഒഡീസിക്കാണ്. ചലിക്കുന്ന ശില്പം എന്ന വിശേഷണമുള്ളത്, ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന കലാരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീസിയാണ്, ചലിക്കുന്ന ശില്പം. അതേസമയത്ത് ചലിക്കുന്ന കാവ്യം ഏതെന്ന് ചോദിക്കും. ചലിക്കുന്ന കാവ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭരതനാട്യമാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഭരതനാട്യമാണ്. മാറിപ്പോകുന്ന ആരെങ്കിലും മാറിപ്പോകുന്നവരുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് നോക്കുക. ചലിക്കുന്ന കാവ്യം ചലിക്കുന്ന കാവ്യം ഏതെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ കാവ്യം എഴുതുന്നത് എങ്ങനെയാണ് നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ കാവ്യം എഴുതിയിരിക്കുന്നത്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഭരതനാട്യമാണ്. അതിനകത്ത് നമ്മൾ എഴുതുന്നത് എങ്ങനെ നോക്കുക. ഇവിടെ എഴുതുന്നു. അതായത് ചലിക്കുന്ന കാവ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭരതനാട്യമാണ്. കാവ്യത്തിനും നാട്യത്തിനും പൊതുവായിട്ട് ഒരു ദീർഘചിഹ്നമാണുള്ളത്. അതുപോലെ ഒരു ചിഹ്നമാണുള്ളത്, ഒരു അമ്മടയാളം. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം, ചലിക്കുന്ന ശില്പം ഒഡീസി. അപ്പോൾ ഒഡീഷയിലുള്ള ഒരു നൃത്തരൂപം ചൗ, മറ്റൊന്ന് ഒഡീഷയിലെ വേറൊരു നൃത്തരൂപമാണ് ദന്താനദേ. നമ്മൾ പറയാറുണ്ട് എന്താണ്ടേ എന്ന് ചോദിക്കുന്ന പോലെ. ദന്താനദേ എന്നുള്ളത് ഒഡീഷയിലുള്ളൊരു നൃത്തരൂപമാണ്. ദന്താനദേ. ഒഡീഷയിലെ മറ്റൊരു നൃത്തരൂപമാണ് ബഹാകവാട. നമ്മൾ ഓരോന്നും ഉച്ചരിച്ച് പഠിക്കുന്നതിൻ്റെ പ്രാസം പോലെ ആയിരിക്കും നമ്മുടെ ഓർമ്മകൾ ഇത് സ്ഥിരമായി നിൽക്കുന്നത്. ബഹാകവാട എന്ന് കേൾക്കുമ്പോൾ ഞാനിപ്പോൾ ആവർത്തിച്ചാണ് പറയുന്നതെങ്കിൽ ബഹാകവാട ഒഡീഷ, ബഹാകവാട ഒഡീഷ, ബഹാകവാട ഒഡീഷ. ഇങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞു പഠിക്കുന്നത്. ബഹാകവാട എന്ന് ഇനി എപ്പോൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അത് ഒഡീഷയാണെന്ന്. അപ്പോൾ ഒഡീഷയിലുള്ള ഒരു നൃത്തരൂപം ചൗ ഉണ്ട്. ഒഡീസി ക്ലാസിക്കൽ പദവി കിട്ടിയ നൃത്തരൂപങ്ങളിൽപ്പെട്ട ഒന്നാണ് ഒഡീസി എന്ന് പറയുന്നത്. ക്ലാസിക്കൽ പദവി കിട്ടിയ നൃത്തരൂപങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 8 നൃത്തരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുണ്ട്.
അതിലുൾപ്പെട്ട ഒന്നാണ് ഒഡീസി. അപ്പോൾ ചൗണ്ട്, ഒഡീസിയുണ്ട്, ദന്താനതയുണ്ട്, ബഹാക്കവാട, ബഹാക്കവാട, ബഹാക്കവാട. ഇതെല്ലാം ഒഡീഷയിലെ കലാരൂപങ്ങളാണ്. പശ്ചിമബംഗാളിൽ പോകുന്ന ഒരു നൃത്തം, ഒരു കലാരൂപത്തിൻ്റെ പേരാണ് കാദി. പശ്ചിമബംഗാളിൽ ഒന്ന് കാദി, മറ്റൊന്ന് ജാത്ര. കാദിയും ജാത്രയും പശ്ചിമ ബംഗാളിലുള്ള കലാരൂപങ്ങളാണ്. കാദിയും ജാത്രയും പശ്ചിമ ബംഗാളാണ്. കാദിയും ജാത്രയും പശ്ചിമ ബംഗാൾ. ഉത്തർപ്രദേശിലുള്ള ഒരു കലാരൂപമാണ് ചപ്പേലി. ചപ്പേലി എന്ന് പറയുന്ന കലാരൂപം ഉത്തർപ്രദേശിലാണ്. നൗട്ടാങ്കി ഉത്തർപ്രദേശിലാണ്. കജ്രി ഉത്തർപ്രദേശിലുള്ളതാണ്. ചപ്പേലിയുണ്ട്, നൗട്ടാങ്കിയുണ്ട്, കജ്രിയുണ്ട്. നോക്കൂ, ചൗ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ട് മുകളിൽ കിടപ്പുണ്ട്. ചൗ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചൗ ഒഡീഷയിലാണ്. അതേസമയത്ത് ചപ്പേലി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഉത്തർപ്രദേശിലാണ്. ചപ്പേലിയും നൗട്ടാങ്കിയും കജ്രിയും ഉത്തർപ്രദേശിലാണ്. നെക്സ്റ്റ് മഹാരാഷ്ട്രയിലുള്ള ഒരു കലാരൂപമാണ് ദാഹികാല. അതായത് ദാഹിക്കുകയാണ്, കാലത്തെ ദാഹിക്കുകയാണ്. അപ്പോൾ ദാഹിച്ചപ്പോൾ എന്ത് ചെയ്തു? ലസ്സി കഴിച്ചു. അപ്പോൾ ദാഹികാല, ലെസിൻ. മറ്റൊന്ന് തമാശ. ഇത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് തമാശ ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ് എന്ന് പരീക്ഷയ്ക്ക് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാരാഷ്ട്ര എന്ന് കേൾക്കുമ്പോൾ ദാഹികാല, ലെസിം, തമാശ, ഈ 3 കലാരൂപങ്ങൾ ഓർമ്മ വരണം. മഹാരാഷ്ട്രയിൽ ദാഹികാല, ലെസിം, തമാശ. ഉത്തരാഖണ്ഡിലുള്ള ഒരു കലാരൂപമാണ് കുമയോൺ. കുമയോൺ എന്ന് പറയുന്ന കലാരൂപം ഉത്തരാഖണ്ഡിലാണ്. കുമയോൺ ഉത്തരാഖണ്ഡിലാണ്. അരുണാചൽ പ്രദേശിലുള്ള ഒരു കലാരൂപമാണ് വെയ്ക്കിംഗ്. അരുണാചൽ പ്രദേശിലുള്ള ഒരു കലാരൂപമാണ് വെയ്ക്കിംഗ്. ഉത്തരാഖണ്ഡിലുള്ളത് കുമയോൺ. ഉത്തരാഖണ്ഡിനെ ദേവഭൂമി എന്ന് വിശേഷണമുള്ളത് ഉത്തരാഖണ്ഡാണ്. ദേവഭൂമി എന്ന് വിശേഷണമുള്ളത് ഉത്തരാഖണ്ഡാണ്. ദേവഭൂമി എന്ന് വിശേഷണമുള്ള ഉത്തരാഖണ്ഡാണ്. അവിടെയുള്ള ഒരു കലാരൂപമാണ് കുമയോൺ എന്ന് പറയുന്നത്. കുമയോൺ ഉത്തരാഖണ്ഡിലാണ്. അരുണാചൽ പ്രദേശിലുള്ള ഒരു കലാരൂപമാണ് വെയ്ക്കിംഗ് എന്ന് പറയുന്ന കലാരൂപം അരുണാചൽ പ്രദേശിലാണ്. നെക്സ്റ്റ് മധ്യപ്രദേശിലുള്ള ഒരു കലാരൂപം, നമുക്ക് ഹിമാചൽ പ്രദേശ് കഴിഞ്ഞിട്ട് മധ്യപ്രദേശിലേക്ക് പോകാം. ഹിമാചൽ പ്രദേശിലുള്ള ഒരു കലാരൂപത്തിൻ്റെ പേരാണ് ലുഡി എന്ന് പറയുന്ന കലാരൂപം ഹിമാചൽ പ്രദേശിലാണ്. കായങ്ക എന്ന് പറയുന്ന കലാരൂപവും ഹിമാചൽ പ്രദേശിലാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നേരത്തെ നമ്മൾ കായങ്ക ബജവങ്ക എന്ന് പറയുന്ന ഒരു കലാരൂപം പഠിച്ചു. കായങ്ക ബജവങ്ക പഠിച്ചത് രാജസ്ഥാൻ പഠിച്ച സമയത്താണ്. കായങ്ക ബജവങ്ക. ഇപ്പം നമ്മൾ പറയുന്നത് കായങ്ക മാത്രമാണ്. കായങ്ക ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലുള്ള കലാരൂപമാണ് ഒന്ന് ലുഡിയും മറ്റൊന്ന് കായങ്കയും. ഹിമാചൽ പ്രദേശിലുള്ള കലാരൂപമാണ് ലുഡിയും കായങ്കയും. ഇനി മധ്യപ്രദേശിലുള്ള ഒരു കലാരൂപമാണ് മാച്ച. പഠിക്കാനുള്ള എളുപ്പ വഴി, അതായത് ഈ മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം വിഭജിച്ചാണ് ഏതുണ്ടാക്കിയത്? ഛത്തീസ്ഗഡ് ഉണ്ടാക്കിയത്. മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ നിന്നൊരു ഭാഗം അടർത്തിയെടുത്താണ് ഛത്തീസ്ഗഡ് ഉണ്ടായത്. അപ്പം മധ്യപ്രദേശ് എന്ന് പറയുന്നതിൻ്റെ മാ, ഛത്തീസ്ഗഡ് എന്ന് പറയുന്നതിൻ്റെ ഛ, ഇത് 2 ഓർമ്മയിലുണ്ടായിരിക്കണം. മധ്യപ്രദേശിൻ്റെ മായും ഛത്തീസ്ഗഡിൻ്റെ ചായും കൂടെ ചേരുമ്പോൾ മാച്ചയാവും. ആ പേരിലൊരു കലാരൂപമുണ്ട്, അത് മധ്യപ്രദേശിലാണ്. അപ്പം മധ്യപ്രദേശിലൊരു കലാരൂപം ഒരെണ്ണം മാച്ചയാണ്. മച്ച എന്ന് പറയുന്ന കലാരൂപം മധ്യപ്രദേശിലാണ്. വേറൊരു കലാരൂപത്തിൻ്റെ പേരാണ് ലോത്ത അല്ലെങ്കിൽ ലോട്ട എന്നും പറയാം. LOTTA, ലോട്ട എന്നും പറയാം. മധ്യപ്രദേശിലെ ഒരു കലാരൂപമാണ് മാച്ച, മറ്റൊരു കലാരൂപമാണ് ലോത്ത. വേറൊരു കലാരൂപത്തിൻ്റെ പേരാണ് പാണ്ഡുവാനി. മധ്യപ്രദേശിലുള്ള ഒരു കലാരൂപമാണ് പാണ്ഡുവാനി എന്ന് പറയുന്ന കലാരൂപം. പാണ്ഡുവാനി, ഇത് 3 കൂടി ചേർത്താണ് പഠിക്കേണ്ടത്. മച്ച, ലോട്ട, പാണ്ഡുവാനി, മധ്യപ്രദേശ്. 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 ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല, കേട്ടങ്ങ് പഠിക്കുക. മച്ച എന്ന് കേൾക്കുമ്പോൾ ഇനി ഓർമ്മ വരണം. മച്ച എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിൽ നിന്ന് വിഭജിച്ചുണ്ടായ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. മധ്യപ്രദേശിൽ നിന്ന് വിഭജിച്ചുണ്ടായ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അപ്പോൾ മച്ച, അതാണ് ഒരെണ്ണം മധ്യപ്രദേശ്. മച്ച. അപ്പോൾ മച്ച കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പിന്നാലെ നമ്മളെ മനസ്സിലങ്ങ് തെളിഞ്ഞ് വരും. മച്ച, ലോട്ട, പാണ്ഡുവാനി, മധ്യപ്രദേശ്. മച്ച, ലോട്ട, പാണ്ഡുവാനി, മധ്യപ്രദേശ്. മച്ച, ലോട്ട, പാണ്ഡുവാനി, മധ്യപ്രദേശ്.
നെക്സ്റ്റ് മണിപ്പൂർ. മണിപ്പൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് മണിപ്പൂരി എന്ന് പറയുന്ന കലാരൂപമാണ്. നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ പദവി കിട്ടിയ 8 നൃത്തരൂപങ്ങളിൽപ്പെട്ട ഒരെണ്ണം മണിപ്പൂരിയാണ്. മണിപ്പൂരി എന്ന് പറയുന്നത്, മണിപ്പൂർ എന്ന് പറയുമ്പം ആദ്യം മാ എന്ന് പറയുന്ന അക്ഷരം നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. മണിപ്പൂരിൻ്റെ മാ ഉണ്ടായിരിക്കും. ആ മായിൽ നിന്നാണ് മണിപ്പൂരി ഉണ്ടാകുന്നത്. മണിപ്പൂരിയുടെ മാ നമ്മുടെ കയ്യിൽ വെച്ചേക്കണം. അതിൽ നിന്ന് അടുത്ത ഡാൻസ് ഫോം ഉണ്ടാകും മഹാരസ. അപ്പം മണിപ്പൂർ എന്ന് കേൾക്കുമ്പോൾ 2 എണ്ണം, മായിൽ തുടങ്ങുന്ന 2 എണ്ണം. മണിപ്പൂരി ഉണ്ട്, മഹാരസയുണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ട് ലായിഹ രേബ. മഹാരസ പഠിച്ചു കഴിഞ്ഞാൽ ലായിഹ രേബ, മണിപ്പൂരിലുള്ള ഒരു നൃത്തരൂപമാണ് ലായിഹ രേബ എന്ന് പറയുന്നത്. ലായിഹ രേബ. മണിപ്പൂർ എന്ന് കേൾക്കുമ്പോൾ മണിപ്പൂരി, മഹാരസ, ലായിഹ രേബ. നെക്സ്റ്റ് ഹരിയാനയിലുള്ളൊരു ഡാൻസ് ഫോമാണ് സ്വാങ്. സ്വാങ് എന്ന് പറയുന്നത് ഹരിയാനയിലുള്ളൊരു നൃത്ത രൂപമാണ്, ഒരു കലാരൂപമാണ് സ്വാങ്. സ്വാങ് എന്ന് പറയുന്ന കലാരൂപം ഹരിയാനയിലുള്ള കലാരൂപമാണ് സ്വാങ്. നെക്സ്റ്റ് ആസാമിലുള്ളൊരു കലാരൂപമാണ് ബിഹു. മുൻ പരീക്ഷകളിലൊക്കെ കുറച്ചു കാലം മുൻപ് വരെയൊക്കെ സ്ഥിരമായി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ബിഹു. ആസാമിലുള്ളൊരു കലാരൂപമാണ് ബിഹു. ആസാമിൽ തന്നെയുള്ള മറ്റൊന്നാണ് അനകീയ നാട്, മറ്റൊന്ന് ബെജാവാലി. വാലി എന്ന് പറഞ്ഞാൽ താഴ്വര. അപ്പോൾ ബിഹു, ആസാമിൽ ബിഹു ഉണ്ട്. പിന്നെ അനകീയ നാടുണ്ട്. ആസാമിലാണ് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ആസാമിലാണ്. ടി ആകൃതിയിൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടീയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ആസാമാണ്. അനകീയ നാട്, ഈ തേയില നുള്ളാനായിട്ട് ഇങ്ങനെ ആൾക്കാരെല്ലാവരും കൂടെ ഇറങ്ങുമ്പോൾ തന്നെ ആ നാടൊന്നങ്ങ് അനങ്ങും. അതൊരു അനകീയ നാടാവും. അപ്പോൾ ആസാം എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരേണ്ടത് ആസാം, ബിഹു, അനകീയ നാട്, ബെജാവാലി. ബിഹു, അനകീയ നാട്, ബെജാവാലി, ഈ നൃത്തരൂപങ്ങളെല്ലാം ആസാമിലുള്ള നൃത്തരൂപങ്ങളാണ്. ഇനി ജമ്മു കാശ്മീരിലേക്കാണ് പോകുന്നത്. ജമ്മു കാശ്മീരിലുള്ള ഒരു നൃത്തരൂപത്തിൻ്റെ പേരാണ് ചാക്രി. ജമ്മു കാശ്മീരാണ്. ഒന്നുകൂടെ നമ്മൾ റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ചൗ എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോം നമ്മൾ പഠിച്ചു. ചൗ എന്ന് പറയുന്ന ഡാൻസ് ഫോം ഒഡീഷയിലാണ്. അതിനുശേഷം ചപ്പേലി എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോം നമ്മൾ പഠിച്ചു. ചപ്പേലി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ചൗ എന്ന് പറഞ്ഞ ഒഡീഷയിലാണ്, ചപ്പേലി ഉത്തർപ്രദേശിലാണ്, ചാക്രി ജമ്മു കാശ്മീരിലാണ്. ചൗ, ചാക്രി, ചപ്പേലി. ചൗ, ചാക്രി, ചപ്പേലി. ചൗ, ചാക്രി, ചപ്പേലി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിക്കാം. ചൗ ഒഡീഷയിലാണ്, ചാക്രി ജമ്മു കാശ്മീരിലാണ്, ചപ്പേലി ഉത്തർപ്രദേശിലാണ്. ഈ ജമ്മു കാശ്മീരിൽ ചാക്രിയുടെ കൂടെ നമ്മൾ പഠിക്കേണ്ടതാണ് ഹിഗാത്ത് എന്ന് പറയുന്ന കലാരൂപം ജമ്മു കാശ്മീരിലാണ്. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് റൗഫ്. ഹിഗാത്തിൻ്റെ കൂടെ പഠിക്കേണ്ടതാണ് റൗഫ്. അപ്പോൾ ജമ്മു കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരേണ്ടത് ചാക്രി, ഹിഗാത്ത്, റൗഫ്. ഇത്രയും കലാരൂപങ്ങൾ ഉൾപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാനുണ്ടായിരുന്നത്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.